കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. സർ, ആദ്യം തന്നെ കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. 3 വകുപ്പുകളാണ്, ഫിഷറീസ്, മൃഗസംരക്ഷണം, അതുപോലെ തന്നെ ന്യൂനപക്ഷ ക്ഷേമം. ഇത് 2 വകുപ്പാണ്. ഫിഷറീസും ആനിമൽ ഹസ്ബൻഡറിയും ഒരു വകുപ്പാണ്, എൻ്റെ കീഴിലാണ് വരുന്നത്. ന്യൂനപക്ഷ വകുപ്പ് വേറെ. തീർച്ചയായിട്ടും ന്യൂനപക്ഷ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സാർ നേരത്തെയും പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് ഔദ്യോഗികമായി തന്നെ ഒരു പദവിയിലേക്ക് എത്തുകയും കൂടെയാണ്. വളരെ ബാധിച്ചാണ്, പക്ഷെ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദവികൾ തന്നെയല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ പ്രധാനപ്പെട്ട ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന രീതിയിലുള്ള 2 മിനിസ്ട്രിയാണ്. തീർച്ചയായിട്ടും അത് ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കാനാണ് ഞാൻ ശ്രമിക്കുക. ഇപ്പോൾ ഫിഷറീസിൻ്റെ കാര്യമായാലും മൃഗസംരക്ഷണം ആയാലും, അപ്പോൾ കേരളത്തിലോട്ട് നോക്കുകയാണെങ്കിൽ തന്നെ അവിടെ തീരദേശങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലവിലെന്തായാലും ഉണ്ട്. ആ കാര്യങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്ത് മുന്നോട്ട് പോകണം. മുതലപ്പുഴ അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെയും ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുക? അത് ജനങ്ങളുമായിട്ട്, ആ പ്രദേശങ്ങളിലെ ജനങ്ങളുമായിട്ട് സംസാരിച്ചിട്ട് അവർ തരുന്ന അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങൾ വിദഗ്ധരുമായിട്ട് സംസാരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു രൂപരേഖ ഉണ്ടാക്കും, അങ്ങനെ നടപ്പിലാക്കും. ഈ വകുപ്പുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് ഇനി മുന്നോട്ട് ഇവിടെ? അത് ഞാനിപ്പോൾ ഇന്ന് ഫിഷറീസ് വകുപ്പിൻ്റെ ചാർജ് ഏറ്റെടുത്തതേ ഉള്ളൂ. ഇപ്പം മൈനോറിറ്റി അഫയേഴ്സിൻ്റെ ചാർജ് എടുക്കും. അതിനുശേഷം അവിടെ പ്രസൻറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക, അതുപോലെ എന്ത് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അതിനുശേഷം അങ്ങനെ പ്ലാൻ ചെയ്യുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യും. ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളിൽ കേന്ദ്രീകരിച്ചായിരിക്കും തുടക്കത്തിൽ തന്നെ പ്രത്യേകിച്ചും പ്രധാനമന്ത്രി ആദ്യം ഒരു 100 ദിവസത്തെ കർമ്മ പദ്ധതി ഓൾറെഡി ഒരു രൂപം നൽകിയിട്ടാണ് തിരഞ്ഞെടുപ്പിലോട്ട് തന്നെ കടക്കുന്നത്. പിന്നീട് മന്ത്രിമാരോട് തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ച് അതിനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിച്ചു എന്നുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ തുടക്കത്തിൽ തന്നെ എങ്ങനെയായിരിക്കും മുന്നോട്ടുള്ള കാര്യങ്ങൾ? അത് 100 ദിവസത്തെ പദ്ധതികൾ, അതിനെപ്പറ്റി ഒരു ബ്രീഫിങ്ങോ അതിൻ്റെ ഒരു നമ്മളൊരു രൂപരേഖ ഉണ്ടാക്കിയിട്ട് അതുമായിട്ട് ജനങ്ങളിലേക്ക് എത്തുക, നടപ്പിലാക്കാൻ വേണ്ടി എത്തുക എന്നുള്ളതാണ് അതിൻ്റെ. ഇപ്പോൾ ന്യൂനപക്ഷത്തിൻ്റെ കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ സാർ നേരത്തെ തന്നെ അതിൽ വലിയ രീതിയിൽ തന്നെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏർപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു കേന്ദ്ര സഹമന്ത്രി എന്നുള്ളൊരു പദവിയിലേക്ക് കൂടി എത്തുകയാണ്. കേരളത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടിയാണ് ഈ ഒരു സ്ഥാനത്തിലേക്ക് എത്തുന്ന സമയത്ത്. അപ്പോൾ അതിൻ്റെ മറ്റ് വിശേഷങ്ങളിൽ മറ്റ് ഭാവി പരിപാടികളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ ധാരാളം പദ്ധതികളുണ്ട്. അത് കാര്യക്ഷമമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുക. ഉടൻ തന്നെ കേരളത്തിൽ ഇപ്പോൾ മുതലപ്പുഴ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് സന്ദർശിച്ച് വേണ്ട നടപടികളിലേക്ക് കടക്കാൻ ഉടനെ തന്നെ എന്ന് പറഞ്ഞാൽ നാളെ മറ്റന്നാളോ അങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മൾ ഇവിടെ ഒന്ന് മിനിസ്ട്രിയിൽ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം അങ്ങനെ അതോടൊപ്പം തന്നെ അവിടെയും ആൾക്കാരെ അവർക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കണമല്ലോ. എൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്ന അവിടുത്തെ ജനങ്ങളാണ്. അപ്പോൾ അവർക്കുള്ളത് ഒരു പ്രോപ്പറായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ അവർക്കും സമയം കൊടുത്തിട്ട് അങ്ങനെയായിരിക്കും പോകുക. അല്ലാതെ ഉടനെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പോകും എന്ന് പറയുന്നില്ല. കാരണം അങ്ങനെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനൊരു ആത്മാർത്ഥമായിട്ടുള്ള ശ്രമമായിരിക്കില്ല. തയ്യാറെടുപ്പുകൾ എല്ലാത്തിനും ആവശ്യമാണ്. അപ്പോൾ വാർത്തയല്ലല്ലോ പ്രധാനം, കാര്യങ്ങൾ നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തും. തീർച്ചയായിട്ടും എന്തായാലും ആളുകളുടെ കൂടി നിർദ്ദേശങ്ങളെല്ലാം കേട്ട് അതിനനുസരിച്ച് വേണ്ട പ്രവർത്തനങ്ങൾ ഏകോപിച്ച് നടത്താൻ തന്നെയാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ജഗദീഷ് വിഷ്ണുപ്പം, അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.